ഫസ്റ്റ് ചെയ്ത് ഫുൾ ഇതായി ക്വാളിറ്റി ഇഷ്യൂവും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തൊക്കെ ചെയ്തത്. അപ്പം അങ്ങനെ കുറേ പൈസ പോയി. ആദ്യമേ തന്നെ ഒരു ലോസ് ആയത് കാരണം തന്നെ വളരെ കുറച്ച് 1 കിലോ ഒക്കെ വാങ്ങി ദെൻ അത് 100 ഗ്രാമിൻ്റെ 10 പാക്കറ്റൊക്കെ ആയിട്ട് ആക്കി അങ്ങനെ തന്നെത്താൻ തന്നെ എല്ലാം ചെയ്തത്. ഒരു സക്സസ് എൻ്റെ ഒരു കീ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെയിൻലി അതിൻ്റെ കൺസിസ്റ്റൻസിയാണ്. കസ്റ്റമർ റിവ്യൂവും റാങ്കിങ്ങും ഉള്ള ഒരു പ്രോഡക്റ്റ് മാത്രമേ ഇ കൊമേഴ്സിൽ നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാനൊരു ന്യൂ സെല്ലറാണ്. ആമസോണിൽ നമ്മൾ ആദ്യമായിട്ടൊരു പ്രോഡക്റ്റ് വാങ്ങിയപ്പോൾ നമുക്കത് റിവ്യൂ ഇടാം. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അത് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അതിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഏത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണെങ്കിലും ഓൾ ഇന്ത്യ ആണ് നമ്മുടെ മാർക്കറ്റ് പ്ലേസ്. സോ അവിടുന്ന് എവിടുന്ന് വേണമെങ്കിലും നമുക്ക് ഓർഡർ വരാം. ഈവൻ നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് ഓർഡർ വരും. ഒരു ഹെൽത്തി വാർ ഉണ്ടെന്ന് പറയാം. ഓഫ് കോഴ്സ് നല്ല രീതിയിലുണ്ട്. ഹെൽത്തി ആയിട്ടുണ്ടോ എന്ന് ഈവൻ എനിക്ക് തോന്നുന്നു ഓഫ്ലൈനിലുള്ള വാറിനെക്കാളും കൂടുതൽ ഓൺലൈനിലായിരിക്കും. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ ഇൻസൈറ്റ്. ബ്രാൻഡ് മാസ്റ്ററിൽ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള ഓൺട്രപ്രനർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം വളരെ ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സ് പല ഇതിൽ നിന്നും സോഴ്സിൽ നിന്നും എടുത്തിട്ട് അത് പാക്ക് ചെയ്ത് ആമസോണിലൂടെ അത് സെല് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അവർക്ക് വെയർ ഹൗസ് ഉണ്ട്. സോ എന്തായാലും ടുഡേ ഐ എം വെൽക്കമിങ് ശ്രുതി. ഹലോ, നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? എന്താണ് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. എങ്ങനെ പോകുന്നു ബിസിനസ്സും കാര്യങ്ങളൊക്കെ? ഇതിൽ എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ളൊരു എൻട്രി, അല്ലെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാം, വി ആർ ഗോയിങ് ടു ഡു ദിസ് എന്ന്? ആക്ച്വലി ബേസിക്കലി ഞാൻ എഞ്ചിനീയർ ആയിരുന്നു. ബിടെക് ആയിരുന്നു. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ് കംപ്ലീറ്റ് ചെയ്തത്. ദെൻ ഹസ്ബൻഡ് കൂടെ ദുബായിലായിരുന്നു. അവിടെ വർക്ക് ചെയ്തു. അതിന് മുന്നേ ആയിട്ട് കോളേജിൽ ലെക്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ടീച്ചിങ്ങും ജോലി അങ്ങനെ ഒരു ഇതിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. പിന്നെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തേണ്ടി വന്നു. സോ നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്ത് കുഞ്ഞായി മോനായി കഴിഞ്ഞപ്പോൾ പിന്നെ ജോലിക്ക് പോകാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് ജോലി ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിനോടായിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റ്. വെറുതെ ഇരിക്കുക വെച്ചിട്ട് മടിയായിരുന്നു. സോ അങ്ങനെ ഇപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ മാറി നിൽക്കാനും പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. സോ അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് സജസ്റ്റ് ചെയ്തതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഓൺലൈൻ സെയിൽ എന്ന് പറഞ്ഞൊരു കാര്യമെന്ന് വെച്ചാൽ അതാകുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യും. വീട്ടിലല്ല, ഞങ്ങൾ വേറെ ഓഫീസ് ഉണ്ടായിരുന്നു. സോ തൊട്ടടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്ന് ചെയ്യാനും പറ്റും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് 2014-15 ആ ടൈമിലാണ്. ആ സമയത്ത് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഒരു പോപ്പുലർ ആയിട്ടുള്ള സമയമല്ല. ഇല്ല, ആമസോൺ എന്താന്ന് പോലും ആർക്കും അറിയാവുന്ന ടൈം അല്ലത്. സോ അപ്പോൾ ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത കാരണം തന്നെ നമുക്ക് ആരോടും ചോദിക്കാനോ എങ്ങനെ ഇത് ചെയ്യണ്ടേന്നോ ഈവൻ യൂട്യൂബിൽ പോലും വീഡിയോസും കാര്യങ്ങളും ഒന്നും ഉള്ള ഒരു സമയമല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പതിയെ ചെയ്ത് നോക്കി. ഫസ്റ്റ് ചെയ്ത് ഫുൾ ഇതായി ക്വാളിറ്റി ഇഷ്യൂവും അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തൊക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെ കുറേ പൈസ പോയി. അത് ആദ്യത്തെ ഒരു ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ഓൺലൈൻ സ്റ്റോർ ആകെ അത് ഡീആക്ടിവേറ്റ് ചെയ്തു. ആമസോണിൽ നിന്ന് തന്നെ അത് ഡീആക്ടിവേറ്റ് ചെയ്തു ആദ്യത്തത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്ത് വേറെ GST ഒക്കെ എടുത്ത് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്താണ് റെയിൻടെക് ഓൺലൈൻ സ്റ്റോർ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് ഇത് സ്റ്റാർട്ടിങ്. ഇപ്പോൾ കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നു. ഇതിലൊരു സെല്ലർ ആകുക എന്നുള്ളത് അല്ലെങ്കിൽ അതിന് എന്തൊക്കെ ക്രൈറ്റീരിയാസ് ഉണ്ടാവും? കാരണം അത് നോർമൽ ക്വസ്റ്റ്യൻ ആണല്ലോ. അത് നമുക്ക് ഫസ്റ്റ് മാൻഡേറ്ററി ആയിട്ടുള്ള GST ആണ്, റെഗുലർ GST ആയിരിക്കണം. കാരണം ഈവൻ ആമസോണിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ ഇന്ത്യയിലാണ് നമുക്ക് സെയിൽ പോവുക. അപ്പോൾ അതിൽ ഏറ്റവും അത്യാവശ്യം GST റെഗുലർ ആയിട്ടിരിക്കണം. കോമ്പോസിറ്റ് അല്ല. ഔട്ട്സൈഡ് കേരളയാണ്. ഇപ്പോൾ ഈവൻ നമ്മൾ കേരളത്തിലും ഓൺലൈൻ സെയിൽ നടക്കുന്നുണ്ട്. എന്നാൽ പോലും നമുക്ക് ഓർഡേഴ്സ് വരുന്ന പ്രോഡക്റ്റിന് ഒരു 90% എബോവ് ഔട്ട്സൈഡ് കേരളയിൽ. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആമസോണിനല്ല, ഏത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് സെല് ചെയ്യണമെങ്കിൽ നമുക്ക് GST റെഗുലർ ആയിരിക്കണം. അതാണ് നമ്മുടെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യം. ദെൻ അത് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മളിപ്പോൾ ഏത് പ്രോഡക്റ്റ് നമ്മൾ സെല് ചെയ്യണതനുസരിച്ച് മാറിക്കൊണ്ട്. ഇപ്പോൾ ഗ്രോസറി ആയിട്ട് ആണെങ്കിൽ നമുക്ക് FSA വേണം. ബ്യൂട്ടി പ്രോഡക്റ്റ് ആണ് അതിൻ്റെ ലൈസൻസിൻ്റെ ഡ്രഗ് ലൈസൻസ് വേണ്ടി വരും ചില പ്രോഡക്റ്റിന്. അതങ്ങനെ ഓരോ കാറ്റഗറി അനുസരിച്ച് നമുക്കത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഒന്ന് നോക്കുമ്പോഴും ഇപ്പം ഒരു ഡൗട്ട് ഉണ്ടാവും, ഏതൊക്കെ പ്രോഡക്റ്റ് ഉണ്ടാവും നമ്മുടെ ബ്രാൻഡിന്റെ കീഴിൽ, അല്ലെ അത് എടുക്കുന്ന ഒരു രീതി. കാരണം ക്വാളിറ്റി പ്രോഡക്ട്സ് ആണല്ലോ നമ്മൾ എടുക്കുന്നത്. അതെങ്ങനെയാണ്, എന്തൊക്കെ പ്രോഡക്ട്സ് ഞങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ പേഴ്സണൽ ഇതിൽ ചെയ്യുന്നത് ഞാൻ ഹെർബൽ പ്രോഡക്ട്സ്, അതായത് നമ്മുടെ ലോക്കൽ കസ്തൂരി മഞ്ഞൾ, രക്തചന്ദനം, അംല പൗഡർ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. അപ്പം ഞങ്ങളിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ലോക്കലി ആണ് ചെയ്തത്. ലൈക്ക് നമ്മുടെ അടുത്ത കടയിൽ നിന്ന് വാങ്ങി റീപാക്ക് ചെയ്ത് ഒരു ബ്രാൻഡ് നെയിം ഇട്ട് റീപാക്ക് ചെയ്ത് ഫസ്റ്റ് ഒരു ട്രയൽ ആദ്യമേ തന്നെ ഒരു ലോസ് ആയത് കാരണം തന്നെ വളരെ കുറച്ച് 1 കിലോ ഒക്കെ വാങ്ങി
ദെൻ അത് 100 ഗ്രാമിൻ്റെ 10 പാക്കറ്റൊക്കെ ആയിട്ട് ആക്കി അങ്ങനെ തന്നെത്താൻ തന്നെ എല്ലാം ചെയ്തത്. അങ്ങനെ ചെയ്ത് നോക്കി കുഴപ്പമില്ല, ഓക്കെ പോകുമെന്നറിഞ്ഞ് അങ്ങനെ നോക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ബയറുടെ ഒരു പർച്ചേസ്ഡ് നമ്മൾ ബൾക്കായിട്ട് വാങ്ങിയിട്ട് ദെൻ നമ്മളത് റീപാക്ക് ചെയ്യിച്ചു. നമ്മുടെ ബ്രാൻഡ് നെയിമിൽ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, റെയിൻ്റെ ഹെർബൽസ് എന്ന് പറഞ്ഞിട്ട്. ദെൻ അതിൽ റീപാക്ക് ചെയ്ത് അപ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം മെയിൻലി നമ്മൾ കോസ്മെറ്റിക് ആയിട്ടുള്ള ഹെർബൽ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഒരു ഇതുണ്ട് ഇതിലേക്ക്. അതെ, നമുക്ക് നോക്കുമ്പോൾ വെച്ചാൽ നമുക്കിപ്പോൾ ഏത് പ്രോഡക്റ്റ് സെല് ചെയ്യാം. ഇപ്പം നമുക്കത് സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ക്വാളിറ്റി നന്നായിട്ട് ഉണ്ടാവണം. അതിപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും അതിൻ്റെ കസ്റ്റമർ റിവ്യൂ ആണ് ഏറ്റവും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ലൈക്ക് കസ്റ്റമർ റിവ്യൂവും റാങ്കിങ്ങും ഉള്ള ഒരു പ്രോഡക്റ്റ് മാത്രമേ ഇ കൊമേഴ്സിൽ നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഇപ്പം നമ്മൾ എത്ര ഫേക്ക് റിവ്യൂ ഇടിയിച്ചാലും നെക്സ്റ്റ് ഒരാൾ വന്നിട്ട് അത് കൊള്ളില്ല എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് അത്രയും സെയിൽ കുറയും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നല്ല റിവ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റ് എന്താ പറയുക സെയിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് സെയിലാവണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നന്നായിരിക്കണം. ഇത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ ഈ റിവ്യൂസ് ഇടുന്ന ഒരു അത് പലതും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ട്. ഇപ്പം അത് എങ്ങനെ വേണമെങ്കിലും അത് ചെയ്യും ഓൺലൈൻ. ഈ ഫേക്ക് റിവ്യൂസ് അതും വളരെ ജെന്യുവിൻ ആയിട്ട് തോന്നുന്ന രീതിയിലുള്ള റിവ്യൂസ് ഉണ്ടാവും. അത് ആക്ച്വലി ഇതൊരു വലിയൊരു അതൊരു ചലഞ്ച് തന്നെയാണ്. അത് നമ്മളത് ഇപ്പം എന്താണ് ഇപ്പം ഫോർ എക്സാമ്പിൾ ആമസോണിൻ്റെ കേസിൽ ഇപ്പം ഞാൻ ആമസോണിൽ കൂടുതലും ചെയ്തിട്ടുള്ളത് കൊണ്ട് ആമസോണിൻ്റെ കേസിൽ എന്ന് വെച്ചാൽ പണ്ട് നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പ്രാവശ്യം വാങ്ങുന്ന ഒരാൾക്ക് പോലും നമുക്ക് റിവ്യൂ ഇടാം. ഇപ്പോൾ ഫസ്റ്റ് ഞാനൊരു ന്യൂസ് സെല്ലറാണ്. ആമസോണിൽ നമ്മൾ ആദ്യമായിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങിയപ്പോൾ നമുക്കത് റിവ്യൂ ഇടാം. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അത് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് അതിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. സോ ഇപ്പോൾ അതിൽ പെയ്ഡ് റിവ്യൂവും കാര്യങ്ങളൊക്കെ ആദ്യമേ നടന്നിട്ടുണ്ടാവും. സോ ഇപ്പം അങ്ങനെയല്ല, നമ്മളൊരു റിവ്യൂ ഇട്ടിട്ടുണ്ട്, അവർ ആ റിവ്യൂ ഓക്കെ ആണോ അല്ലോ എന്ന് അവർ റിവ്യൂ ചെയ്യുന്നുണ്ട്. സോ അവർക്കൊരു ടീമുണ്ട്, അവരത് റിവ്യൂ ചെയ്തിട്ട് ഈവൻ നമ്മുടെ പിൻകോഡ് IP അഡ്രസ്സ് എല്ലാം നോക്കി അവർ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റിൽ ആ റിവ്യൂ വരത്തുള്ളൂ. ഈവൻ അത് ജെന്യുവിൻ ആണെങ്കിൽ പോലും ഒരു റിവ്യൂ ഇട്ട് മേ ബി ഒരു 2 or 3 days കഴിഞ്ഞിട്ട് നമുക്ക് ആ റിവ്യൂ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മളൊരു റിവ്യൂ ഇട്ടാൽ ഇപ്പം ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങിയിട്ട് അതിന് റിവ്യൂ ഇട്ടാൽ ഇതേപോലെ തന്നെയാണ് സെയിം. അവരത് റിവ്യൂ ചെയ്ത് പിന്നെ അത് ഓക്കെ ഇത് ഫേക്ക് അല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവരത് ഇടത്തുള്ളൂ. ഇപ്പം നമ്മൾ ഈ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുമല്ലോ, അതിൻ്റെ ഒരു സോഴ്സ് എങ്ങനെയാണ്? ഇപ്പം ഞാൻ ചെയ്യുന്നത് വെച്ചിട്ട് ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ ഞാൻ ഇപ്പം എനിക്ക് ഏറ്റവും ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഞാൻ ഫസ്റ്റ് ചെയ്തത്. ആദ്യമേ എനിക്ക് വൈൽഡ് ടർമറിക്കും റെഡ് സാൻഡ് രക്തചന്ദനവും കസ്തൂരിമഞ്ഞളും മാത്രമാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് കോസ്മെറ്റിക് അത് മാത്രം നമുക്ക് ഇപ്പോൾ ഒരു ഈ നാട്ടുമരുന്നിൻ്റെ കടയിൽ കിട്ടുന്ന സാധനം ഇത് അതെ അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് ഒരു മാർക്കറ്റിൽ പോയാൽ കിട്ടും ഈ പ്രോഡക്റ്റ് ഒക്കെ. സോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ഓക്കെയാണ്, ലൈക്ക് കുഴപ്പമില്ല നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ നോർത്ത് ഇന്ത്യ മാർട്ടിലൊക്കെ തപ്പി. നോർത്തിൽ കുറേ സെല്ലേഴ്സൊക്കെ ഉണ്ടായിരുന്നു, ഇത് തന്നെ ചെയ്യുന്ന സെല്ലേഴ്സ് ഉണ്ട്. സോ അവരെയൊക്കെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് അവരുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് എല്ലാം വാങ്ങി നമുക്കതിൽ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ടാവും, ആയിരക്കണക്കിന് പ്രോഡക്റ്റ്സ് ഉണ്ട് അതിൽ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് സെലക്ട് ചെയ്ത് നമ്മൾ ചെയ്യും. നമുക്കൊരു പ്രോപ്പർ കസ്റ്റമർ സപ്പോർട്ടും ചിലപ്പോൾ അത് ആൾക്കാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കസ്റ്റമർ സപ്പോർട്ട് വിളിക്കുമ്പോൾ ഉള്ള അങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം നമുക്ക് ഓൾറെഡി സ്റ്റാഫ്സ് ഉണ്ട്, ഓഫീസിൽ ഓൾറെഡി സ്റ്റാഫ് ഉണ്ടാവും. ദെൻ ഇപ്പം ഞാനിപ്പോൾ ഇത് മാത്രമല്ല കൂടുതലും ഇ-കൊമേഴ്സ് കൺസൾട്ടൻ്റ് ആയിട്ടും വെയർഹൗസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഓൾറെഡി നമുക്ക് സ്റ്റാഫ് ഉണ്ട്. സോ അപ്പോൾ അതിൽ കസ്റ്റമർ സപ്പോർട്ടിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സ്റ്റാഫിന് വെച്ചിട്ടുണ്ടാവും. ഇതിലൊരു വിജയ സാധ്യത എന്ന് പറയുന്നത് എത്രത്തോളമാണ്? നമ്മുടെ ഹാർഡ് വർക്കിലാണ് തീർച്ചയായിട്ടും, പക്ഷെ എങ്കിലും അതായത് നമ്മുടെ പ്രോഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാന്നുള്ളത് ഇനി മുതൽ ഇപ്പം ലൈക്ക് നമ്മളിപ്പോൾ എറണാകുളത്ത് അല്ലെങ്കിൽ ഇപ്പോൾ കോട്ടയത്തുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും നമുക്കൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ഈവൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ് നിന്ന് കൂട്ടിക്കോ. പക്ഷേ നമുക്ക് ആമസോൺ അല്ലെങ്കിൽ ഏത് ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണെങ്കിലും ഓൾ ഇന്ത്യയാണ് നമ്മുടെ മാർക്കറ്റ് പ്ലേസ്. സോ അവിടുന്ന് എവിടുന്ന് വേണമെങ്കിലും നമുക്ക് ഓർഡർ വരാം. ഈവൻ നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് ഓർഡർ വരും. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് അത്രയും നല്ലതായിരിക്കണം, നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിൻ്റെ കൂടെ നിന്ന് വർക്ക് ചെയ്യണം. അതാണ് അതിന് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. ലൈക്ക് ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്തു, ഓക്കെ ഓർഡർ വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. നമ്മൾ ആ അക്കൗണ്ടിൽ എല്ലാ ദിവസവും ടൈം സ്പെൻഡ് ചെയ്ത് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം ചാലഞ്ച് എന്ന് പറയുന്നത് കോമ്പറ്റീറ്റേഴ്സും ഒരുപാടുണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡിൽ ഇഷ്ടം പോലെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു കോമ്പറ്റീറ്റർ ഉള്ളത് ഒരു ചാലഞ്ചാണോ അതോ വേറെ എന്തൊക്കെ ചാലഞ്ചുകളായിരിക്കാം ഉള്ളത്? ചാലഞ്ച് ഇപ്പം എൻ്റെ പ്രോഡക്റ്റിനെ ബേസ് ചെയ്ത കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, നല്ല രീതിയിൽ തന്നെ കോമ്പറ്റീറ്റേഴ്സ്. ഫസ്റ്റ് 2016 സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ 2 പേരും കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ലിസ്റ്റ് ചെയ്തേക്കണേ ആ ടൈമിൽ. ഇപ്പം നോക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇപ്പം ഈ സെയിം പ്രോഡക്റ്റ് തന്നെ ലിസ്റ്റ് ചെയ്തേക്കണേ. ഇപ്പം ഒരു ടൈം നമുക്കൊരു അഡ്വാൻറ്റേജ്. അപ്പം നമ്മൾ അന്ന് സ്റ്റാർട്ട് ചെയ്ത കാരണം അത്രയും റിവ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കയറിയിട്ടുണ്ട്, റാങ്കിങ് ഉള്ള കാരണം
നമുക്കത് അത്രയും അങ്ങ് എഫക്റ്റ് ചെയ്യില്ല. മെയിനായിട്ട് ഇപ്പോൾ ആരെന്ത് പുതിയത് വന്നാലും നമ്മുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുമല്ലോ. സോ അത് നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് ഇപ്പോൾ കൺസൾട്ടൻസി അല്ല അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം അത്രയും എക്സ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കേരളത്തിൽ വേറെ കൺസൾട്ടൻസി ഒത്തിരി ഇല്ല എന്നല്ല, ഉണ്ട്. എന്നാലും എന്താ ഇപ്പോൾ 6-7 വർഷമായിട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പം പതിയെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട് ഓരോരുത്തർ. എന്നാലും ഒത്തിരി നാളായിട്ട് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. പ്രൈസിങ് എന്ന് പറയുന്ന ഒരു ഫാക്ടറും ഇതിൽ വൺ ഓഫ് ദ ഏറ്റവും ടോപ്പിലെ 2-3 ഏറ്റവും ആദ്യം നിൽക്കുന്ന ഒരു പരിപാടി പ്രൈസിങ് എന്ന് പറയുന്നത്. അതും വളരെ നമ്മൾ സ്ട്രാറ്റജി യൂസ് ചെയ്ത് അത് പുട്ട് ചെയ്യുക എന്നുള്ളതും. അതെ, നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആ പ്രൈസിൽ നമുക്ക് ഒരിക്കലും ആമസോൺ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഇപ്പം നമ്മൾ ഓൺലൈനിൽ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അല്ല അങ്ങനെ ചെയ്യുന്നവർക്ക് ഓക്കെ ആയിരിക്കും. പക്ഷെ അല്ലാണ്ട് ഇപ്പം നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന ഫ്ലിപ്കാർട്ടോ, ജിയോ മാർട്ടോ, ആമസോൺ അങ്ങനെ ഏതായാലും അവർക്കൊരു റെഫറൻസ് ഫീസ് ഉണ്ട്. നമ്മൾ അവർക്കൊരു ഫീസ് കൊടുക്കണം. അവർക്കൊരു റെഫറൻസ് ഫീസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഫീസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് അത്ര ഓക്കെ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയിരിക്കണം. അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം. എന്നുവെച്ചാൽ ഇപ്പം ഈ കേരളത്തിൽ നിന്ന് ഓർഡേഴ്സ് കുറവാണെന്ന് ഞാൻ പറയുന്ന കാര്യം, ഇപ്പം നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്നൊരു പ്രോഡക്റ്റ് മേ ബി അതൊരു 50 രൂപയ്ക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആയിരിക്കും. പക്ഷേ അത് ആമസോണിൽ അല്ലെങ്കിൽ ഇ-കൊമേഴ്സിൽ ലിസ്റ്റ് ചെയ്തേക്കണ 250 രൂപയൊക്കെ ആയിരിക്കും. ആ സെല്ലറിനെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ആ പുള്ളിക്ക് ചിലപ്പോൾ 50 രൂപ ആയിരിക്കും കിട്ടുന്നുണ്ടാവുള്ളൂ. പക്ഷെ ബാക്കി ഒരു ഫീസും കാര്യങ്ങളെല്ലാം അതിൽ പോകണം. അപ്പോൾ അതത്രയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ അത് വർക്കൗട്ട് ആകത്തുള്ളൂ. അപ്പം നമ്മളത് നന്നായിട്ട് പഠിക്കണം. ലൈക്ക് എങ്ങനെയാണ് നമുക്ക് പ്രൈസിങ് എങ്ങനെ ഇടാൻ പറ്റും, അല്ലെങ്കിൽ എത്ര രൂപ നമുക്ക് മാക്സിമം നമ്മുടെ ഫീസ് കട്ടോ, നമുക്ക് എത്ര മാർജിൻ ഉണ്ടെന്നുള്ളതൊക്കെ പ്രോഫിറ്റിന്റെ കാര്യം നമ്മൾ അതായത് ലോക്കൽ മാർക്കറ്റിൽ ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റ് അതേപോലെ കൊണ്ട് നമുക്ക് ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് ചെയ്യാനേ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന പല പ്രോഡക്ട്സിനും നല്ലതായിട്ട് സെയിലുള്ള പ്രോഡക്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബനാന ചിപ്സ്, കാവറുത്തതിന് ഏറ്റവും കൂടുതൽ സെയിലൊരു സംഭവം കാവറുത്താണ്. നല്ല സെയിലാണ്, നല്ലതായിട്ട് സെയിൽ പോകുന്നത്. മലയാളികൾ കേരളത്തിൽ നിന്നുള്ളൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് കാവറുത്ത്, ഏലക്ക, ഇപ്പം ഗ്രോസറി സൈഡിൽ ഞാൻ പറഞ്ഞതാ ഈ പ്രോഡക്ട്സിനൊക്കെ പറഞ്ഞാൽ നല്ല സെയിലാണ്. പക്ഷെ നമ്മൾ സാധാരണ ഒരു കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ മേ ബി നമുക്ക് 120-130 രൂപയ്ക്ക് സാധനം കിട്ടുമായിരിക്കും. പക്ഷെ ആമസോണിൽ അല്ലെങ്കിൽ എവിടെയുള്ള ആ പ്രോഡക്റ്റിന് ആ വിലയിൽ നമുക്ക് കിട്ടത്തില്ല. പക്ഷെ അതിന് നല്ല സെയിലുണ്ട്. അപ്പം നമ്മളത് പ്രൈസ് ഇടുമ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് വേണം പ്രൈസ് ഇടാൻ വേണ്ടിയിട്ട്. ഈ ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രൊജക്ട് ചെയ്യുന്ന സംഭവം ഓൺലൈൻ ഓഫർ പ്രൈസ്. ഓൺലൈനിൽ നോക്ക്, അവിടെ ഓഫർ കിട്ടും. അത് എന്ത് വസ്തുക്കളും ആയിക്കോട്ടെ. നീ എന്തിനാ ഇത് കടയിൽ പോയി മേടിച്ചേ? ഓൺലൈനിൽ നല്ല 50% ഓഫ് ഉണ്ട്. അപ്പൊ അത് എങ്ങനെയാ സീസണൽ ആയിട്ട്? അത് നമ്മൾ സീസണൽ ആയിട്ടായിരുന്നു. ഇപ്പോൾ നോട്ടിലൊക്കെയാണ് ദീപാവലിയാണ് അവർക്ക് ഏറ്റവും വലിയൊരു സീസൺ എന്ന് പറയുന്നത്. ദീപാവലിയുടെ സമയത്ത് ഏകദേശം ഒരു മാസത്തോളം സെയിൽ നടക്കുന്ന സമയമാണ്. സെയിൽ ഓഫേഴ്സ് ലൈവായിട്ട് നമുക്ക് ഇടാൻ പറ്റും. അത് നമ്മൾ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സീസണിലേക്ക് വേണ്ടി മാത്രം നമുക്ക് ഓഫർ ഇടും. ഇപ്പം നമ്മൾ ഓണം വരുവാണെങ്കിൽ, വിഷു വരുമ്പോൾ നമുക്ക് ആ രീതിയിലുള്ള പ്രോഡക്ട്സ് ലൈക്ക് ഇപ്പോൾ എല്ലാ പ്രോഡക്ട്സിനും ബൾക്കായിട്ട് നമുക്ക് ആ ഒരു സീസണൽ ഓഫർ ഇട്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ ദീപാവലിയാണ്, അതിനോടനുബന്ധിച്ചായിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ഉണ്ടാവുമല്ലോ. മേ ബി ഈ ലൈറ്റ്സ്, അങ്ങനത്തെ സ്വീറ്റ്സ്, ഡ്രസ്സസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു ഓഫർ ആ ടൈമിൽ ഇപ്പോൾ അല്ലാണ്ട് ഇടുന്നവരുണ്ട്. എന്നാൽ പോലും കൂടുതൽ സെയിൽ വരിക ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ ആ കറക്റ്റായിട്ട് ആ ഒരു പ്രോഡക്റ്റ് ചെയ്യുമ്പോഴാണ്, ആ പ്രോഡക്റ്റിന് ചെയ്തിടുമ്പോഴാണ്. അപ്പം അതുപോലെ ഓണം വരാൻ നേരത്തെ ഈ പറഞ്ഞ പോലെ ഈ കാവർത്തേനൊക്കെ ഓണം വരാൻ നേരത്ത് നല്ല സെയിലായിരിക്കും, നല്ല സെയിലായിരിക്കും, ഓഫറും ഉണ്ടാവും നന്നായിട്ട്. അപ്പം അതാ നമ്മൾ ആ സീസൺ നോക്കിയിട്ട് നമ്മുടെ പ്രോഡക്റ്റ് നോക്കിയിട്ട് വേണം ആ ഓഫറും കാര്യങ്ങളും നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സീസണൽ അല്ലാതെയും ചിലപ്പോൾ സീസണൽ അല്ല ഇപ്പൊ ഓഫർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇവർക്ക് പല ടൈപ്പ് ഓഫ് സെയിൽസ് ഉണ്ട്. ഇപ്പം ആമസോണിനാണ് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ, ഇപ്പം മറ്റേ ഫ്ലിപ്കാർട്ടാണ് ബിഗ് ബില്യൺ സെയിൽ, അങ്ങനെ പല രീതിയിലുള്ള സെയിൽസ് ഉണ്ട്. ലൈക്ക് സംഭവം എല്ലാം ഒരേ ടൈമിൽ തന്നെ ആയിരിക്കും ഇത് പോകുന്നത്, എന്നാലും പല പല പേരിലായിരിക്കും ചെയ്യുക. അപ്പം അതിനകത്തൊക്കെ അത് അവരൊരു സീസണൽ വെച്ചിട്ടാണ് ചെയ്യുക. ഇവൻ റിപ്പബ്ലിക് ഡേ വരുമ്പോൾ അതിനൊരു സെയിൽ ഉണ്ടാവും, പിന്നെ ദീപാവലി വരുമ്പോൾ അതിനൊരു സെയിൽ. ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് ഇവർ സെയിലിന് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 100 ഓർഡർ കിട്ടുന്ന ആൾക്ക് 400 ഓർഡർ 500 ഓർഡർ കിട്ടും. അത് നമ്മൾ ആ രീതിയിൽ അത് വർക്കൗട്ട് ചെയ്യണം. അപ്പം അതുമല്ല ഇപ്പോൾ ചില ആൾക്കാർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ദീപാവലി സമയം ഇപ്പം നമ്മൾ വിൽക്കുന്ന വേറൊരു സാധനമാണെങ്കിൽ ദീപാവലിയുടെ സമയത്തിന് മാത്രം നമ്മൾ സ്വീറ്റ്സ് വിൽക്കും ഓൺലൈനിൽ. ആ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വീറ്റ്സിനൊക്കെ നല്ല സെയിൽ കയറുന്ന സമയം. സോ അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കി ചെയ്യുകയാണെങ്കിൽ ഒരു പ്രോഡക്റ്റിലേക്ക് തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഈ നമുക്ക് നോർമലി പറയുമല്ലോ ഒരു കോർ കോമ്പിറ്റൻസി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പല കാര്യങ്ങളുണ്ടാവും. നമ്മളുടെ ഒരു പ്രോഡക്റ്റിന് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബിസിനസ്സിന് നോക്കുമ്പോൾ എന്തായിരിക്കാം?
അത് മെയിനായിട്ട് നമ്മുടെ കോമ്പീറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ പ്രൈസിങ് തന്നെയാണ്. ഇപ്പം നമ്മുടെ പ്രൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങിലുള്ള പ്രൈസും ഇപ്പോഴത്തെ പ്രൈസ് നമ്മൾ വ്യത്യാസമുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും പ്രൈസ് മാറും. ലൈക്ക് ഇവരുടെ ഫീസ് കാര്യങ്ങൾ എല്ലാത്തിലും പ്രൈസ് മാറും. അതേപോലെ തന്നെ നമ്മുടെ കോമ്പീറ്റേഴ്സിൻ്റെ പ്രൈസും നമ്മൾ ആ ഒരു ചിലപ്പോൾ ഒരു 5 രൂപ 6 രൂപയുടെ വ്യത്യാസത്തിലായിരിക്കും ചെയ്യണേ. സോ ഇപ്പോൾ ആ ഒരു പ്രൈസിങ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു കാര്യമാണ്. പ്രൈസിങ് നമുക്ക് അത് ഒന്ന് പിടിച്ച് ചെയ്തില്ലെങ്കിൽ അതിനോട് നമുക്ക് ലൂസും തന്നെ ഉണ്ടാവും. സോ അപ്പോൾ അതാണ് ഏറ്റവും പ്രശ്നം എന്നുള്ള കാര്യം നമ്മുടെ പ്രൈസിങ്. അപ്പോൾ പ്രൈസിങ് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് മാത്രം നമ്മൾ ഓൺലൈനിൽ ചെയ്യുവാണെങ്കിൽ അത് ഉറപ്പായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാ കോമ്പറ്റീറ്റേഴ്സിന്റെയും പ്രൈസിങ് നമ്മൾ എപ്പോഴും നോക്കുകയും ചെയ്യണം. അതെ അതെ, അത് നമ്മൾ എപ്പോഴും നോക്കുകയും ചെയ്യണം. നമ്മുടെ പ്രൈസ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റുകയും ചെയ്യണം. ലൈക്ക് നമ്മൾ ഇപ്പോൾ ആമസോണിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം അവിടെ വർക്ക് ചെയ്യുന്നോ അതനുസരിച്ച് നമുക്ക് ഔട്ട്കം കിട്ടുക. ഇപ്പം നമ്മളൊരു അക്കൗണ്ട് എടുത്ത് ലിസ്റ്റ് ചെയ്തു അവിടെ ഇട്ടു, ഓർഡർ വരുമ്പോൾ വരട്ടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരിക്കലും ഓർഡർ വരില്ല. അപ്പം അതല്ല, നമ്മൾ എന്നും ഒരു ടൈം സ്പെൻഡ് ചെയ്ത് നമ്മളതിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിൽ ഓർഡേഴ്സ് വരും. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഹെൽത്തി വാർ ഉണ്ടെന്ന് പറയാം. ഓഫ് കോഴ്സ് നല്ല രീതിയിലുണ്ട്. ഹെൽത്തി ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവൻ എനിക്ക് തോന്നുന്നു ഓഫ്ലൈനിലുള്ള വാറിനെക്കാളും കൂടുതൽ ഓൺലൈനിലായിരിക്കും. അതെ അതെ, ഈവൻ ഇപ്പൊ സോഷ്യൽ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നത് കാരണം തന്നെ ഇൻഫ്ലുവൻസിന്റെ ഒക്കെ നല്ലൊരു ഇത് വന്നിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ പുതിയ വരുന്ന പ്രോഡക്ട്സിന് ഇപ്പൊ ഈവൻ അവരൊരു പ്രൈസ് നന്നായിട്ട് കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അവർ ഇൻഫ്ലുവൻസിനെ കൊണ്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇപ്പം ഓൺലൈൻ സെയിലിൽ നല്ലതായിട്ട് കയറിയിട്ടുണ്ട്, നല്ലതായിട്ട് അത് എഫക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു കുറഞ്ഞ പ്രൈസിലായിരിക്കും നമ്മളിപ്പോ ചെയ്ത് വന്നിട്ടുണ്ടാവുക. നമുക്ക് അവിടെ നിന്ന് ഒരു ലീപ്പ് എടുത്ത ഒരു വലിയൊരു ബിഗർ പ്രൈസിലേക്ക് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല. കാരണം നമുക്ക് ആ ഒരു പ്രൈസിൽ നമുക്ക് നന്നായിട്ട് സെയിൽ പോയി കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. ഇപ്പം എൻ്റെ പ്രോഡക്റ്റ് തന്നെ ഇപ്പോൾ വൈൽഡ് ടേമറിക് ആണെങ്കിൽ എനിക്കിപ്പോൾ ഏകദേശം ഒരു 1000 അതിൻ്റെ റാങ്കിങ്. അപ്പോൾ അതിന് ഏകദേശം 4000+ റിവ്യൂസ് ഒക്കെ ഉള്ള ഒരു പ്രോഡക്റ്റാണ്. സോ ഇപ്പോൾ എനിക്ക് അത്രയും കസ്റ്റമർ ബേസ്, ഇപ്പോൾ 4000 റിവ്യൂ വന്നെന്നുണ്ടെങ്കിൽ അതിന് ഒരു 40,000 1 ലക്ഷം മേലെ സെയിൽ അതിന് ഓൾറെഡി പോയിട്ടുണ്ട്. സോ അപ്പോൾ അതിനനുസരിച്ച് ഉള്ള ഒരു കസ്റ്റമർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അതിന്. അപ്പം നമുക്ക് പെട്ടെന്ന് കയറി ഇപ്പോൾ ഒരു 100 രൂപയുള്ള സാധനം 500 രൂപയ്ക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ നമുക്കപ്പോൾ എന്താ പറയുക, നമ്മുടെ മാർക്കറ്റിംഗ് ആ രീതിയിൽ അത്രയും എഫക്റ്റീവായിട്ട് ഇപ്പോൾ പുതിയ വരുന്ന ഒരാൾക്കും നമുക്ക് ചെയ്യാൻ പറ്റും. പുതിയ വരുന്ന ഒരാൾക്ക് ഇപ്പോൾ 300 രൂപ 350 രൂപയ്ക്ക് ഇട്ടിട്ട് അവർക്കത് വേണമെങ്കിൽ അവർക്ക് ഇപ്പോൾ ഇൻഫ്ലുവൻസിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. സോ അതാണ് അവിടുത്തെ ഒരു ഏറ്റവും വലിയൊരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ കാര്യം നോക്കുമ്പോഴും ഇപ്പം ഓൺലൈൻ മീഡിയയിൽ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ അവർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുമ്പോൾ നമ്മളും പലപ്പോഴും കാണും ഈ പെയ്ഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇഷ്ടംപോലെ ഉണ്ടല്ലോ. പ്രോഡക്റ്റ് ആക്ച്വലി അവർക്ക് കൊടുക്കുന്നു, അവരത് യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു വീഡിയോ എടുക്കുന്നു, അവർക്കൊരു പേയ്മെന്റ് കൊടുക്കുന്നു. അത് ഇപ്പൊ ഒരു ട്രെൻഡായിട്ട് തന്നെ കൊണ്ടിരിക്കുന്ന ഒരു ഇതല്ലേ. അത് ഏത് പ്രോഡക്റ്റ് എടുത്താലും അത് ലൈക്ക് അതിനൊരു ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറിന്റെ ഒരു ഇതുണ്ടാവും, ഉറപ്പായിട്ട് ഒരു വീഡിയോ ഇതിനകത്ത് ഉണ്ടാവും. അത് ആക്ച്വലി ഒരു ഗുഡ് ഇമ്പാക്ട് സെയിൽ കൺവേർഷൻ നടക്കുന്നുണ്ട്. ബട്ട് അതിന്റെ വേറൊരു രീതിയിൽ നോക്കുമ്പോൾ അതൊരു അതിൽ ആക്ച്വലി ഒരു പ്രശ്നം, അത് അത്ര ട്രസ്റ്റ് വർത്തി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിതുവരെ ചെയ്തിട്ടില്ല. അത് വെച്ചാൽ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു ഫൈനൽ സംഭവം അറിയാൻ പറ്റത്തില്ല. കാരണം ഈ യൂട്യൂബേഴ്സ് എല്ലാവരും തന്നെ ഇത് യൂസ് ചെയ്തിട്ടാണോ അത് ചെയ്യണതെന്ന് നമുക്കറിയത്തില്ല. അപ്പം ഓക്കെ, നന്നായി ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്, എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇതിപ്പോൾ ചിലരെന്ന് വെച്ചാൽ നമ്മളൊരു പ്രൈസ് ഫിക്സ് ചെയ്ത് ആ പ്രൈസിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അത് ഇപ്പോൾ എത്രത്തോളം കസ്റ്റമേഴ്സിന് അത് എത്രത്തോളം ബിലീവ് ചെയ്യാന്നുള്ളത് ഓരോ കസ്റ്റമറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ പേഴ്സണലി എനിക്കത് അത്ര എഫക്റ്റീവാണ് ആ ക്യാമ്പയിൻ. ബട്ട് അത്ര സോ ഓഫ് കോഴ്സ് അതിനകത്ത് കൂടുതൽ നല്ലതല്ലേ പറയത്തുള്ളൂ. ഞാൻ ചോദിക്കുകയാണ്, ഒരു സക്സസിന്റെ ഒരു കീ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെയിൻലി അതിന്റെ കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി മാത്രമാണ് ഇപ്പം എൻ്റെ കേസിൽ സ്പെക്യുലറായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ കേസിലുള്ള കൺസിസ്റ്റൻസി മാത്രമാണ് അതിൽ ഒരു കീ ആയിട്ട് ഞാൻ പറയുള്ളൂ. കാരണം ഫസ്റ്റ് ഇപ്പം എൻ്റെ ഇത് ഫെയിലറായി. സോ ഇപ്പം ഞാൻ അത് ഓക്കെ പോട്ടെ എന്ന് വെച്ച് വിട്ടിട്ടുണ്ട്, പിന്നെ ഞാൻ വീണ്ടും അതിലേക്ക് ചെയ്യില്ല. ബട്ട് അത് ഓക്കെ ആ നമുക്ക് നോക്കാം എന്ന രീതിയിൽ രണ്ടാമത് പിന്നെയും ചെയ്തതുകൊണ്ട് ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഹസ്ബൻഡൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. സോ രണ്ടാമത് അത് ചെയ്ത് ഈ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു. ബൈ ഗോഡ്സ് ഗ്രേസ് അത് ഓക്കെ ആയി. സോ അതിൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്ത് അതിൽ തന്നെ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പം നമ്മൾ എവിടെ ലിസ്റ്റ് ചെയ്താലും നമുക്കൊരു ഫസ്റ്റ് 2 or 3 months നമുക്ക് ഓർഡേഴ്സ് വരണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ അപ്പം തളരരുത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമ്മൾ സാധാരണ ഒരാളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരായാലും ഇപ്പോൾ ഒരു ഓഫ്ലൈനിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവർ വിചാരിക്കും ഇതിൽ ഓർഡർ വരില്ല, ഇപ്പം 3 മാസമായാലും ഒന്നും വന്നിട്ടില്ല, ഇപ്പം നമ്മൾ എന്തിനാ വെറുതെ ഇതിൽ ടൈം സ്പെൻഡ് ചെയ്യണേ എന്നുള്ളൊരു വെച്ചാൽ അവർക്ക് ഓഫ്ലൈനിൽ പോകുന്നുണ്ടാവും. സോ അപ്പോൾ അങ്ങനെ ഒരു തിങ്കിങ് വരും.
സോ അങ്ങനെ തിങ്ക് ചെയ്യാണ്ട് നമ്മൾ അതിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്ത് കുറച്ച് പൈസയും സ്പെൻഡ് ചെയ്യണം, ചാറ്റ്സും കാര്യങ്ങളൊക്കെ റൺ ചെയ്യണം, പേഷ്യൻസ് വേണം. സോ അതുപോലെ നമ്മുടെ പ്രോഡക്റ്റ് ക്വാളിറ്റി, ഇമേജ്, കീവേഡ്സ്, ഇത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഒക്കെ ഉണ്ട് ഇതിനകത്ത്. സോ അതെല്ലാം നമ്മളിരുന്ന് പഠിച്ച് അതിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് നന്നായിട്ട് വരും. ഏത് കമ്പനിക്കും കാണും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, മെയിൻ സ്ട്രാറ്റജി. അങ്ങനെ നോക്കാനുള്ളത് മെയിൻ സ്ട്രാറ്റജി എന്തായിരിക്കാം? മെയിനായിട്ട് നമ്മളിപ്പോൾ ആമസോണിൽ തന്നെയാണ് മാർക്കറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി ആമസോണിൽ മാത്രം സെല്ല് ചെയ്യുന്ന ഒരാളാണ്. ലൈക്ക് ആമസോൺ ഓൺ ബ്രാൻഡാണ് എൻ്റെ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് ആമസോണിൽ, അവർക്ക് വേണ്ടി മാത്രം സെയിൽ ചെയ്യുന്ന ഒരു സംഭവം. സോ അതിനെ നമ്മൾ ആമസോൺ ആക്സിലേറ്റർ പ്രോഗ്രാം എന്നാണ് പറയുക. സോ അതിൽ ആമസോൺ ഓൺ ബ്രാൻഡാണ് ഞാൻ. സോ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. സോ അപ്പോൾ അവരുടെ ഭാഗത്ത് നമുക്ക് നല്ല സപ്പോർട്ട് ഉണ്ടാവും. സോ അല്ലാണ്ട് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുമ്പോൾ ആമസോണിൻ്റെ ഒരു എന്താ പറയുക, ഞാൻ കണ്ടിട്ടുണ്ട്, ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടേക്കുന്നത് നമ്മൾ എത്രത്തോളം അതിലേക്ക് നമ്മളിപ്പോൾ അഡ്വർടൈസ്മെൻ്റ് ആയാലും എന്തിനാലും ടൈമും പൈസയും നമ്മൾ അതിൽ എത്ര സ്പെൻഡ് ചെയ്യുന്നു, അതിൻ്റെ അൽഗോരിതം അനുസരിച്ച് നമുക്ക് അതനുസരിച്ച് സെയിൽ വരിക. അപ്പം ഞാൻ നോക്കിയിട്ട് പുറത്തൊക്കെ നമ്മളിപ്പോൾ എത്ര ആഡ് ചെയ്തിപ്പോൾ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യമൊന്നും ഞാൻ പറയണേ, അപ്പോൾ അല്ലാണ്ട് നമ്മളിപ്പോൾ ഗൂഗിൾ ആഡോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആഡ്സ് ഒക്കെ ചെയ്താൽ പോലും അതിനേക്കാളും കൂടുതൽ എഫക്റ്റ് നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ ആഡ് റൺ ചെയ്യുക. ആ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മൾ ആഡ് റൺ ചെയ്യാൻ നേരത്ത് എൻ്റെ പേഴ്സണൽ കാര്യം കേട്ടോ, ഇപ്പോൾ അതല്ലാണ്ട് ഉള്ള ആൾക്കാരുണ്ടാവും, എന്നാലും എനിക്ക് പേഴ്സണലി തോന്നിയേക്കണം അതിൽ നമ്മൾ എത്രത്തോളം ആഡിന് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമുക്ക് സെയിൽ ഇൻക്രീസ് ചെയ്യും. എന്നുവെച്ചാൽ അത് അവർ ആഡ് റൺ ചെയ്യുക, അത് അവർ നമുക്ക് അതിൻ്റെ ഫസ്റ്റ് നമ്മളൊരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് കൊണ്ട് പ്ലേസ് ചെയ്യും നമ്മുടെ പ്രോഡക്റ്റ്. പക്ഷെ നമ്മൾ അതനുസരിച്ച് ആഡ് റൺ ചെയ്യണം. അപ്പോൾ നമ്മൾ സാധാരണ ഒരാൾ ഒരു പ്രോഡക്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ മേ ബി ഒരു ഫസ്റ്റ് പേജ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പേജ് അതുവരെ നമ്മൾ നോക്കത്തുള്ളൂ. അപ്പോൾ അതിനുള്ളിൽ നമ്മുടെ പ്രോഡക്റ്റ് കണ്ടാൽ മാത്രമേ നമ്മുടെ പ്രോഡക്റ്റ് സെയിൽ പോകത്തുള്ളൂ. സോ അതാണ് നമ്മുടെ പ്രോഡക്റ്റ് ആയിട്ട് കാണിക്കണം. ലൈക്ക് ആ പ്രോഡക്റ്റ് നമ്മൾ കണ്ടാലാണല്ലോ വാങ്ങും. ഇപ്പോൾ പുതിയൊരാൾ ലിസ്റ്റ് ചെയ്യുന്ന ഒരാൾ അയാളുടെ പ്രോഡക്റ്റ് മേ ബി 3, 4, 5 ഏതെങ്കിലും ഒരു പേജിലായിരിക്കും. സോ അത് നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം. നമുക്കൊരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കാണുമല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാവാം. അങ്ങനെ ഒരു മോട്ടിവേഷൻ, ഒരു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? അതിലേക്ക് ഈ ഒരു ബിസിനസ് പ്രോഫിറ്റ് ഉണ്ട്, ബിസിനസ് നന്നായിട്ട് പോകുന്നു, ഒരു സംഭവം ഉണ്ടാവുമല്ലോ, അതെന്തായിരിക്കാം? അതിപ്പോൾ എന്താ പറയുക, ഇപ്പം നമ്മളോട് പറയാണ് നിന്നെ കൊണ്ടത് ശരിയാവില്ല, ലൈക്ക് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഫസ്റ്റ് ആ ഒരു സംഭവം ശരിയാവാഞ്ഞ കാരണം ഫസ്റ്റ് എൻ്റെ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ഫുൾ ഫെയിലിയർ ആയിരുന്നു. 100% ഫെയിലിയർ ആയിരുന്നു. 100% ഫെയിലിയർ ആയിപ്പോയതായിരുന്നു. സോ അപ്പോൾ ആ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫാമിലിനേക്കാളും കൂടുതൽ അപ്പുറത്തുള്ളവരെന്ന് പറയും, നിന്നെ കൊണ്ട് ഇത് ശരിയാവില്ല, അല്ലെങ്കിൽ അത് വർക്ക് ആവില്ല, ഇതിനൊന്നും പറ്റത്തില്ല. ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, നമ്മളെ കൊണ്ടൊന്നും നടക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, കേൾക്കുന്ന ഒരു സംഭവം. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും നമ്മളോട് പറയുവാണെങ്കിൽ, ഈവൻ ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോകാൻ തന്നെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് ബിസിനസ്സിനോട് അത്ര താല്പര്യമുള്ള ഒരാളല്ലായിരുന്നു. കാരണം എൻ്റെ അച്ഛൻ ബിസിനസ് മാൻ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നന്നായി കണ്ട് ആണ് ഞാൻ വളർന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ബിസിനസ്സിനോട് തീരെ താല്പര്യമില്ലായിരുന്നു. സോ അതിൽ നിന്ന് ഇപ്പൊ ബിസിനസ് ചെയ്ത ഹസ്ബൻഡാണ് ചെയ്യാൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറച്ചൊരു 50% അത് ഒരു മനസ്സിലേക്ക് ആക്കിയത്. അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ലായിരുന്നു. ഞാൻ ഒരു ജോലി ഓറിയന്റഡ് ആയിരുന്നു ആക്ച്വലി. സോ അത് കഴിഞ്ഞ് ഇതിപ്പോൾ ഫെയിലറും കൂടെ ആകുമ്പോൾ പിന്നെ നമുക്ക് ഇനി ശരിയാവില്ല എന്നുള്ളൊരു മൈൻഡായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് ഇങ്ങനെ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരിതുണ്ടാവല്ലോ, അത് തന്നെ. അപ്പോൾ ഹസ്ബൻഡ് പറയും, ഇപ്പം എൻ്റെ ഹസ്ബൻഡ് തന്നെ പറഞ്ഞു, ആദ്യം എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു, എനിക്ക് ഇങ്ങനെ സംസാരിക്കാനൊക്കെ ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. ഹസ്ബൻഡ് നിന്നെക്കൊണ്ട് അത് പറ്റില്ല, പുള്ളി പറയണത് എനിക്ക് എന്നോട് അങ്ങനെ പറഞ്ഞാലേ ഞാനത് ചെയ്യത്തുള്ളൂ. സോ ആ ഒരു ഇതാണ് എന്താ പറയുക. പിന്നെ എനിക്ക് പിന്നെ ഒരു കാര്യം ലൈക്ക് പഠിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളത് രാത്രി ഉറങ്ങിയില്ലെങ്കിൽ ഞാനത് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച്, ഇപ്പം ആമസോണിൽ ലിസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഒരു ഐഡിയ ഇല്ലായിരുന്നു ലിസ്റ്റ് ചെയ്യണം എങ്ങനെയാണ്. അത് അവിടെ ഇവിടെയൊക്കെ നോക്കി അത് കുത്തിപ്പിടിച്ചിരുന്ന് പഠിച്ചതായിരുന്നു. സോ അതങ്ങനെ പഠിച്ചെടുക്കാൻ ആ ഒരു സംഭവം എനിക്കുണ്ട്. അപ്പോൾ അതാന്ന് തോന്നുന്നു എൻ്റെ മെയിൻ ഇൻസ്പിറേഷൻ ആയിട്ട് വന്നത്. ഒരു ആസ് എ ലേഡി ഓൺട്രപ്രണർ ഇത് തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, ഇനി ഈ ഒരു ഫീൽഡിലേക്ക് വരിക. ഇപ്പം വീട്ടമ്മമാരുണ്ടാവാം, അവർക്കൊരു അതിയായ ആഗ്രഹം കാണും, പക്ഷെ ഒരു ഡൗട്ട് അല്ലെങ്കിൽ ഒരു പുഷില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരുടെ അടുത്ത് എന്താണ് പറയാൻ? മെയിനായിട്ട് ഇപ്പം പലരുടെ കയ്യിലും പല പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പം
ഇപ്പം ഞങ്ങളുടെ ഇവിടെ ചെയ്യുന്ന കുറേ വീട്ടമ്മമാർ തന്നെ കുറേ ആൾക്കാരുണ്ട്, ഇപ്പം സൈഡായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അതിനൊക്കെ മെയിനായിട്ട് വെച്ചാൽ ഈ പറഞ്ഞ പോലെ പുഷില്ലാണ്ട് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പം അതിൽ തന്നെ അവർ ചെയ്തിട്ട് നന്നായിട്ട് സെയിലാവുന്ന ആൾക്കാരുണ്ട്. അവരുടെ ആ പ്രോഡക്റ്റ് അവർക്കത് ഇത് ചെയ്യാനൊരു യൂട്യൂബിലെ വീഡിയോ ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ, ഇപ്പം നമുക്ക് ആദ്യം ഒരു ഇൻഹിബിഷൻ ഉണ്ടാവും, ഓ ഞാൻ ചെയ്ത ശരിയാവോ അല്ല, ആ സംഭവം മാറ്റി വെക്കുക, എന്നിട്ട് നമ്മൾ ചെയ്തു നോക്കുക. അതെല്ലാം പ്രശ്നങ്ങളായിരിക്കും. ലൈക്ക് നമ്മളെ കളിയാക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. സോ അപ്പോൾ അത് നോക്കാതിരിക്കുക, അതെ, അങ്ങോട്ട് നോക്കുകയേ ചെയ്യാതിരിക്കുക, എന്നിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യത്തെ വീഡിയോ ഫ്ലോപ്പ് ആയിരിക്കും, രണ്ടാമത്തെ വീഡിയോ ഫ്ലോപ്പ് ആയിരിക്കും, പക്ഷെ മൂന്നാമത്തെ വീഡിയോയിൽ കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആവും. അതങ്ങനെ ഇമ്പ്രൂവ് ആയി അത് നന്നായിട്ട് തന്നെ വരും. ഇപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു GST എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈനാണ് ഇപ്പോൾ ഏറ്റവും എന്താ പറയുക, ബൂം ചെയ്തിരിക്കുന്ന ഒരു മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ തന്നെയാണ്. കാരണം ഓഫ്ലൈനിൽ നമുക്ക് അത്രയും ചെറിയൊരു കസ്റ്റമർ ബേസേ ഉള്ളൂ. ഓൺലൈനിലാണ് ഇപ്പോൾ ആമസോണിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓൾ ഇന്ത്യ മാർക്കറ്റ് ഉണ്ട്, അത് നമുക്ക് ഗ്ലോബലി ചെയ്യാം. ഇപ്പം അത്രയും നല്ല പ്രോഡക്റ്റ്സ് ഒക്കെ നമുക്ക് എക്സ്പോർട്ട് വരെ ചെയ്യാം. സോ ഇപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്കുണ്ട്. ഇപ്പം നമ്മൾ അതിലേക്ക് എന്താ പറയുക, ഒന്ന് ട്രൈ ചെയ്യണം നന്നായിട്ട്. അതുപോലെ കൺസിസ്റ്റൻ്റും ആയിരിക്കണം. നന്നായിട്ട് അതിൽ ട്രൈ ചെയ്ത് കുറച്ച് ഒന്ന് കഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആ പ്രോഡക്റ്റ് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിൽ തളരാതെ ഫോർ ദാറ്റ് അല്ലേ. അപ്പോൾ എന്തായാലും ഇനിയും ബിസിനസ് ഒരുപാട് വളരട്ടെ, ഇനിയും പ്രൊഡക്ട്സുകൾ ഒരുപാട് വരട്ടെ, പ്രോഫിറ്റ് വരട്ടെ, ആൾക്കാർക്കും ഹാപ്പി ആവട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. എസ്പെഷ്യലി ഈ ഒരു ഫീൽഡിൽ ഒരു ലേഡി ഓൺടർപ്രനറിന് ഓൾ ദ ബെസ്റ്റ് തരുന്നു. ആൻഡ് റെയിൻ ടെക്, താങ്ക് യു സോ മച്ച്. താങ്ക് യു.